പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്ന ഇന്ത്യൻ തന്ത്രം. ലോകം ഇന്ന് കടുത്ത ജിയോ പൊളിറ്റിക്കൽ മത്സരത്തിലൂടെ കടന്നുപോകുന്ന കാലഘട്ടത്തിലാണ്. ശക്തരായ രാജ്യങ്ങൾ സൈനികമായും സാങ്കേതികമായും സാമ്പത്തികമായും സ്വന്തം സുരക്ഷയും സ്വാധീനവും ഉറപ്പാക്കാൻ പുതിയ കൂട്ടുകെട്ടുകൾ സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഫ്രാൻസ് ബന്ധം വീണ്ടും ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുകയാണ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ഫെബ്രുവരി 16 മുതൽ ഫെബ്രുവരി 19 വരെ 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയത് വെറുമൊരു നയതന്ത്ര യാത്രയല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയെയും സാങ്കേതിക ശക്തിയെയും പുതിയ ഉയരത്തിലേക്ക് എത്തിക്കുന്ന ചരിത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം മാക്രോൺ നടത്തിയ പ്രസ്താവന ഇന്ത്യയുടെ ആഗോള ഉയർച്ചയെ അംഗീകരിക്കുന്ന ശക്തമായ സന്ദേശമായി മാറി. ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധത്തെ പ്രത്യേക ആഗോള തന്ത്രപരമായ പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ അതൊരു ഔപചാരിക വാക്കുകളല്ലായിരുന്നു. കഴിഞ്ഞ 8 വർഷമായി ഞങ്ങൾ അങ്ങനെ ചെയ്തു വരുന്നത് പോലെ ഈ ബന്ധത്തിൽ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്ന മാക്രോണിന്റെ വാക്കുകൾ ഇന്ത്യയുടെ നേതൃത്വത്തിന്റെയും സ്ഥിരതയുടെയും വിശ്വാസ്യതയുടെയും ആഗോള അംഗീകാരമാണ്. ലോകം പലയിടങ്ങളിലും അനിശ്ചിതത്വത്തിലേക്ക് വീഴുമ്പോൾ ഇന്ത്യയെ ഒരു സ്ഥിരതയുടെ കേന്ദ്രമായി ഫ്രാൻസ് കാണുന്നുവെന്നതാണ് ഇതിന്റെ ആന്തരിക സന്ദേശം. ഈ സന്ദേശത്തിലെ ഏറ്റവും നിർണായകമായ നേട്ടം പ്രതിരോധ സഹകരണത്തിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് ഏകദേശം $40 ബില്യൺ വിലമതിക്കുന്ന ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇടപാടിലൂടെ ഇന്ത്യ 114 റാഫേൽ യുദ്ധവിമാനങ്ങൾ കൂടി സ്വന്തമാക്കുന്നുവെന്ന വിവരം രാജ്യത്തിന്റെ പ്രതിരോധ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ്.